എല്ലാവർക്കും നമസ്കാരം. സജന, നൂർ, ഫിറോസ് ഖാൻ, പോക്കിമോൻ ഈ മൂന്ന് പേരെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയാനുണ്ട്. സജനയുടെ വിഹിതം അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമുണ്ടായിരുന്നു. സജനയുടെ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ വെച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മളൊരു ഓഡിയോ കേട്ടു. ആ ഓഡിയോയ്ക്കകത്ത് സജന ഫിറോസിനെതിരെ ആരോപിക്കുന്ന ഒരു വലിയ ആരോപണമുണ്ട്. എനിക്ക് തോന്നുന്നു പല ആൾക്കാരും അത് അധികം അഡ്രസ്സ് ചെയ്യാതെ പോകുന്നുണ്ട്. സജന ഒരു നല്ല വ്യക്തിയാണെന്ന് യാതൊരു രീതിയിലും എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു ഭർത്താവ് ഇരിക്കെ വേറെ പല ആളുകളുടെ കൂടെയും ജീവിക്കാൻ തയ്യാറായ ഒരു സ്ത്രീ ഒരിക്കലും നല്ലൊരു സ്ത്രീയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇപ്പോൾ പോക്കിമോൻ്റെ കൂടെ ആണെങ്കിലും അതല്ലാണ്ട് മറ്റേ പ്രൊഡ്യൂസറുടെ കൂടെ ആണെങ്കിലും ആ പ്രൊഡ്യൂസറുടെ കൂടെ പോയതൊക്കെ സ്ക്രിപ്റ്റഡ് സ്റ്റോറി ആണെന്നൊക്കെയാണ് സജന പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇവിടുത്തെ സംസാര വിഷയം സജനയുടെ വിഹിതമല്ല. സജനയുടെ വിഹിതമാണല്ലോ നാട്ടുകാർക്ക് വിഹിതമായി മാറുന്നത്. അപ്പോൾ സജനയുടെ വിഹിതമല്ല ഇവിടുത്തെ സംസാര വിഷയം. ആ വിഹിതം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഹൈലൈറ്റ് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഫിറോസിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഫിറോസിൻ്റെ ഭാഗത്തൊരു ചെറിയ ന്യായം തോന്നിയിട്ടുണ്ടായിരുന്നു. ഫിറോസിനോട് സജന കാണിച്ച കൊള്ളരുതായ്മകൾ അത് മാത്രമാണ് ഫിറോസ് സംസാരിക്കുന്നത്. കാരണം ഫിറോസിന്റെ ഭാഗമാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിറോസിന്റെ ഭാഗത്ത് ന്യായമാണ് എന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മളത് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കാനുള്ള വേറൊരു കാരണം സജനയ്ക്ക് നിരത്തി വെക്കാൻ തെളിവുകളില്ല. ഇന്റർവ്യൂവിലാണെങ്കിലും സജന ഇപ്പോൾ കുറേയധികം വീഡിയോകൾ സജന യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട്. അതിനകത്താണെങ്കിലും സംസാരം മാത്രമേ ഉള്ളൂ, തെളിവുകളില്ല. പക്ഷെ സജന വെച്ച ഒരു തെളിവ് അത് ഫിറോസുമായിട്ടുള്ള കോളിന്റെ റെക്കോർഡിംഗ് ആയിരുന്നു. അതുപോലും സജനയുടെ വിഹിതത്തിനകത്ത് മുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. അതിനകത്ത് സജന ഫിറോസിന് നേരെ ആരോപിക്കുന്ന ഒരു വലിയ തെറ്റുണ്ട്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് ശാരീരികമായിട്ട് ഫിറോസ് യൂസ് ചെയ്തു. ഇതാണ് സജന ആരോപിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിറോസ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഫിറോസ് സജനയോട് പ്ലീഡ് ചെയ്ത് സംസാരിക്കുന്നത്? ഞാൻ ജീവിതം അവസാനിപ്പിക്കും, എനിക്കിനി അതേ നിവൃത്തിയുള്ളൂ, എൻ്റെ കരിയർ പോയി, ഇനി ഞാൻ ജീവിതം ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലീഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ വന്നതിന് ശേഷം ഫിറോസിൻ്റെ ഒരു വീഡിയോ വന്നു. അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫിറോസ് പറയുന്നൊരു കാരണം സജന പറഞ്ഞത് തെറ്റായ ഒരു ആരോപണമാണ്. ആ ആരോപണം വന്നതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്. അത് തെറ്റായ ആരോപണമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് ഫിറോസിൻ്റെ വേർഷൻ. അതും നമ്മൾ സംസാരിച്ചു. അങ്ങനെ തെറ്റായ ഒരു ആരോപണം വരികയാണെങ്കിൽ എന്തിനാണ് സജനയെ വിളിച്ചിട്ട് ബെഗ് ചെയ്യുന്നത്? നീ അത് ഡിലീറ്റ് ചെയ്യണം, നീ എൻ്റെ ജീവിതം വെച്ച് കളിക്കരുത്, പ്ലീഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? പകരം ഫിറോസിന് എന്ത് ചെയ്യാമായിരുന്നു? കേസ് ഫയൽ ചെയ്യാമായിരുന്നു. ഫിറോസ് അത് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയ രണ്ടാമത്തെ ഒരു സംശയം, ഞാൻ ഇതിനൊരു ചെറിയൊരു തെളിവ് തരാം. ആ ഓഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിനകത്ത് ഫിറോസ് തന്നെ സമ്മതിക്കുന്നൊരു വേർഷനുണ്ട്. നമ്മൾ ആരും കേൾക്കാത്തൊരു കാര്യമാണ്. നമുക്ക് വന്ന് കേട്ട് നോക്കാം. ഞാൻ ഇന്ന് 2-3 പ്രാവശ്യം ആ ഓഡിയോ കേട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ച കാര്യമാണ്, ഫിറോസ് എന്തിനാണ് ഇങ്ങനെ ബെഗ് ചെയ്യുന്നത്? ഫിറോസിന് ഡയറക്ടറോട് കംപ്ലൈൻറ്റ് കൊടുത്താൽ പോരെ? സജനയുടെ വിഹിതവും സജനയുടെ മറ്റ് പരിപാടികളൊക്കെ അവിടെ നിൽക്കട്ടെ. അവർ ഭൂലോക ഫ്രോഡാണ് എന്ന് നിൽക്കുമ്പോഴും ഇപ്പുറത്തിരിക്കുന്നവൻ പുണ്യാളനല്ല. എന്തുകൊണ്ട് നമുക്കത് മനസ്സിലായില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തെളിവുകളൊന്നും വെച്ചിട്ടില്ല. ഇവർ വെറുതെ സംസാരം മാത്രമേ ഉള്ളൂ. തെളിവുകൾ ഫിറോസിന്റെ ഭാഗത്താണ്. സജനയുടെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ആ ഉണ്ട സജന പൊട്ടിക്കുന്നില്ല. ഓക്കെ, പിന്നെ മാത്രമല്ല സജനയുടെ ഓപ്പോസിറ്റ് ആണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് സജനയ്ക്ക് ഈ വായ്ത്താളടി വെച്ച് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ സജനയെ വിശ്വസിക്കില്ല, ഞാനും വിശ്വസിക്കില്ല. പക്ഷേ ഇവിടെ ഈ ഒരു കാര്യം, ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ, ഫിറോസ് സംസാരിച്ചത് സത്യമാണെങ്കിൽ, ഫിറോസ് ആ 17 വയസ്സുകാരിയെ മോശമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. സജന വെച്ച അതേ ഓഡിയോ തന്നെയാണ്. നമുക്ക് ആ ഓഡിയോ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാം. നമുക്ക് ആ ഓഡിയോ കേട്ടിട്ട് ഓരോ പോയിന്റായിട്ട് സംസാരിക്കാം. എങ്കിലേ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ ഫിറോസ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. കേട്ട് നോക്കാം. ഹലോ, ഈ കോള് ഫിറോസ് അങ്ങോട്ട് വിളിക്കുന്ന കേട്ടോ. അതായത് സജനയുടെ വീഡിയോ വന്നതിന് ശേഷം, ഈ 17 വയസ്സുകാരുടെ കാര്യം വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം ഫിറോസ് അങ്ങോട്ട് വിളിക്കുന്ന കോളാണ്. ഇത് എപ്പോഴാണ് വിളിക്കുന്നത്? സജന ആദ്യം വീഡിയോ ഇട്ട സമയത്താണ്. അതായത് ഫിറോസിനെതിരെ അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഫിറോസിന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അതിനകത്ത് പറഞ്ഞ 17കാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫിറോസ് ഈ കോൾ ചെയ്യുന്നത്. കോൾ ചെയ്തിട്ട് ഫിറോസ് പറയുന്ന രീതി, ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്തൊക്കെയാണ് ഫിറോസ് പറയുന്നത്? നല്ല ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഫിറോസിന് അറിയാം. നമുക്കതെല്ലാം ഈ ഓഡിയോക്കകത്ത് കേൾക്കാം. ഒരു പക്ഷേ ആ പോഡ്കാസ്റ്റിൽ ഏറ്റവും അവസാനം കേട്ടതുകൊണ്ടായിരിക്കാം പലരും അത് മറ്റു കാര്യങ്ങൾക്കിടയിൽ കൂടെ തള്ളിയങ്ങ് വിട്ടത്. പക്ഷേ ഇത് ഞാൻ വീണ്ടും കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കുക, ഫിറോസ് നല്ലവനാണോ കെട്ടവനാണോ? സജനയുടെ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവർ ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷേ അവിടെ അങ്ങനെയുള്ളപ്പോഴും ഇവിടെ ഇവൻ പുണ്യാളനാവുന്നില്ല, ഇവൻ നല്ലവനാവുന്നില്ല. ഓക്കെ, അതിനുള്ള തെളിവാണ് ഈ ഓഡിയോയിലൂടെ ഫിറോസ് നമുക്ക് കാണിച്ചു തരുന്നത്. ഫിറോസ് തന്നെ പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഫിറോസ് തന്നെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. കേൾക്കാൻ ബാക്കി. 17 അത് ഒന്ന് വന്നിട്ട് ഊമക്കത്താണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് അങ്ങനെ ഒരു സാധനം ഉണ്ട്, പക്ഷേ സജന അത് എനിക്ക് ഊമക്കത്ത് കിട്ടിയതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചു പറയണമെന്നാണ് ഫിറോസ് ആവശ്യപ്പെടുന്നത്. ഫിറോസ്, അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു മാർഗ്ഗമില്ല, എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ
ഇമോഷണലി ബ്ലാക്ക്മെയിൽ ആണ്. ഞാൻ ചെയ്യും, ഞാനങ്ങ് ഇല്ലാണ്ടായി പോകും എന്ന് പറയുമ്പോൾ മനസ്സലിഞ്ഞ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുമല്ലോ എന്നാണ് ഫിറോസിന്റെ ധാരണ. ഫിറോസ് അങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? ഫിറോസിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ, അങ്ങനെ ഒരു 17 വയസ്സുകാരിയും കൊണ്ട് ഫിറോസ് ഹോട്ടൽ റൂമിലേക്ക് പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഫിറോസ് ഇങ്ങനെ പ്ലീഡ് ചെയ്ത് സംസാരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ സംസാരിക്കുമോ? നിങ്ങൾ സംസാരിക്കുമോ? നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, വേറൊരാൾ നിങ്ങളെക്കുറിച്ചൊരു മോശം അലിഗേഷൻ പറയുവാണ്, നിങ്ങൾ അയാളെ വിളിച്ചിട്ട് എടാ നീ ഒന്ന് അത് ഡിലീറ്റ് ചെയ്യുമോ, നീ അത് പറയല്ലേ, അത് പറയുന്ന മോശമാണെന്ന് പറയുമോ, അങ്ങനെ പറയുമോ? അതോ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും? കാര്യം ഏറ്റവും വലിയ അലിഗേഷനാണ്. ഈ 17 വയസ്സുകാരി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയാണ്. അങ്ങനെ ഒരു കുട്ടീനെ കൊണ്ട് ഹോട്ടൽ റൂമിൽ പോയിട്ട്, അതും പ്രണയം നടിച്ചിട്ട്. ഫിറോസിന്റെ പ്രായം നമ്മൾ ആലോചിക്കണം. ഈ പ്രായത്തിൽ 17 വയസ്സുകാരിയും കൊണ്ട് ഹോട്ടൽ റൂമിൽ റൂമെടുത്ത് ഈ പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വകുപ്പിൽ വരും ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. ആ വകുപ്പിൽ വരുന്ന കാര്യം എന്തുകൊണ്ട് ആരും ഹൈലൈറ്റ് ചെയ്യുന്നില്ല? ഇവിടെ തെറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയില്ല, ഇവർ തെറ്റുകാരി തന്നെയാണ്. പക്ഷേ എന്ന് കരുതി ഈ തെറ്റ് മാറുന്നുണ്ടോ? ഇതൊരു വലിയ തെറ്റാണ്, ക്രൈമാണ്. കേൾക്കാൻ ബാക്കി എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ്. ഞാൻ കേസ് വേണമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം, കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടിയെന്ന പോലെ തന്നെയാണ് ഫിറോസിനെ നാണം കെട്ടുന്നത്. പിന്നെ കേസായാലാണ് ഈ പറഞ്ഞ കണക്ക് ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങള് നാണം കെട്ടില്ലേ എല്ലാരും? ഇല്ല ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോലും ആ വീഡിയോ ചെയ്യുമ്പോ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ്ക്ക് അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കുമോ അത് എനിക്ക് മനസ്സിലാത്ത വേറൊരു കാര്യം, ഒരേ സമയത്ത് ഭാര്യയും ഭർത്താവുമായിരിക്കുമ്പോൾ തന്നെ പല സ്ത്രീകളുമായും പല പുരുഷന്മാരുമായും ബന്ധമുള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ വേറൊരു പുരുഷനുമായിട്ട് ഒന്നല്ല ഒന്നിലധികം ബന്ധമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ? ഒരാൾ ഓക്കെ അബദ്ധമാണ് അല്ലെങ്കിൽ ഇയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് പോയെന്ന് പറയാം. പക്ഷെ ഒന്നിലധികം പോകുമ്പോഴോ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇവിടെ രണ്ടുപേരും പോയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവരിത് കണ്ടിന്യൂ ചെയ്യുന്നു, ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഡിവോഴ്സ് കൊടുക്കുന്നില്ല, ഡിവോഴ്സ് എടുക്കുന്നില്ല. എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. പിന്നെ ഇവരുടെ കുടുംബകാര്യമാണ്, അത് ഈ പബ്ലിക്കിലിട്ട് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൻ്റെ എന്താ പറയുക, ആ പ്ലാറ്റ്ഫോമിനെ നശിപ്പിച്ച് എല്ലാവരും കൂടി. ഒരു സൈഡിൽ തൊപ്പി, ഒരു സൈഡിൽ വേറൊരു മുതൽ, ഒരു സൈഡിൽ ഇവർ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് അത്രയും ഡിസ്കസ്റ്റിംഗ് ആയി മാറിക്കഴിഞ്ഞു. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ വരും വരായികളാണ്, ഇതിൻ്റെ തെറ്റുകളാണ്. അപ്പോൾ ഇവർ ഈ ചെയ്യുന്നത് ഇത് ഏറ്റവും വലിയ ക്രൈമാണ് ഫിറോസ് ചെയ്തേക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മോശമായിട്ട് യൂസ് ചെയ്തു. ബാക്കിയേക്കാം എനിക്കുണ്ടായ പ്രശ്നം അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാർ മൊത്തം ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ സംശയം ഉറപ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നുവാൻ വെള്ളം കുടിക്കും. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്, ഞാൻ അങ്ങ് ജീവിതം അവസാനിപ്പിക്കും എന്ന് പറയുമ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതിൽ ആരാണ് നമ്മളെ പൊട്ടന്മാരാക്കുന്നത്? ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നത് ആരാണ്? ഒരാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ അവരുടെ ഭാഗത്ത് അവർ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ വിചാരിക്കും. മറ്റേ ആൾ വന്നിട്ട് ഭയങ്കര സൗമ്യമായിട്ട് ഭയങ്കര പൊളൈറ്റായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഇവൻ പറയുന്നതൊക്കെ കാര്യമാണ്. പക്ഷേ അവൻ്റെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അവൻ ഈ തെളിവുകളൊക്കെ കാണിക്കുന്നത്. ആ തെളിവുകൾ അവൾക്കെതിരാണ്. ഇവളുടെ കയ്യിൽ തെളിവുകൾ അവൾ കാണിക്കുന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, സജനയുടെ കയ്യിലുള്ള തെളിവുകൾ സജന പുറത്ത് വിടുക ഉണ്ടെങ്കിൽ. കാരണം സജന ഒരു മോശം സ്ത്രീയാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. ഭർത്താവ് ഇരിക്കവേ വേറെ പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടാക്കുന്ന ഒരു സ്ത്രീ നല്ല സ്ത്രീയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ട് പോകുന്നേ, നിങ്ങൾ അതല്ല ചെയ്യുന്നത്. ഭാര്യ ഇരിക്കവേ ഭർത്താവ് പല സ്ത്രീകളുമായിട്ടും ഇമോറൽ റിലേഷൻ വെക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, വിശ്വാസവഞ്ചനയാണ്. ഓക്കെ, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷെ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞത് ശരിയാണോ? ഇയാൾ തെറ്റ് ചെയ്തില്ലേ? ഇത് തെറ്റല്ലേ? ഈ പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടീനെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്ന തെറ്റല്ലേ? ഏതാ വകുപ്പ്? ഇയാൾ എന്തിനാണ് ഇങ്ങനെ പ്ലീഡ് ചെയ്യുന്നത്? ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ചെയ്യുന്നത്? എന്താ ഇയാൾ കേസ് കൊടുക്കുന്നില്ല അതിൻ്റെ പേരിൽ? ഓക്കെ, എൻ്റെ ചോദ്യമാണ്, എൻ്റെ സംശയമാണ്. ബാക്കിയേക്കാം. ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്കിതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതിന്റെ തെളിവെടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും.
ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ എല്ലാരും ഊമക്കത്താണെന്ന് പറഞ്ഞാൽ പോരെ സജനാന്ന്. എടോ തനിക്ക് നാണമുണ്ടോ? ഒരു പെൺകുട്ടീനെ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിട്ട് ഭാര്യയോട് പറയണം ഉളുപ്പുണ്ടോ? ഉളുപ്പ്. ഊമക്കത്താണെന്ന് പറഞ്ഞാൽ പോരെയെന്ന് ഭാര്യയോടെ പറയുന്നത്, അല്ലെങ്കിൽ ഭാര്യ ആയിരുന്നവളോട് അങ്ങനെ ഒരാളോടെ പറയുന്നത്. സമ്മതിക്കണം കേട്ടോ തൻ്റെയൊക്കെ ഒരു തൊലിക്കട്ടി. എന്നിട്ട് യാതൊരു പ്രശ്നമില്ലാണ്ട് വന്നിരുന്ന് മീഡിയയുടെ മുമ്പിൽ നിന്ന് പറയുകയാണ് അവളാണ് തെറ്റുകാരി, ഞാൻ പുണ്യാത്മാവാണ്, താനും തെറ്റുകാരൻ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫിറോസ് നല്ലവനല്ല, പക്ഷേ നമുക്ക് സംസാരിക്കാൻ തെളിവുകളില്ല. ഫിറോസ് മോശക്കാരനാണ്, തെറ്റ് ചെയ്തവനാണെന്ന് കാണിക്കാൻ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഫിറോസ് തന്നെ പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓഡിയോ അതിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഫിറോസ് എന്തിനാ ഇത്രയും ബഗ് ചെയ്യുന്നത്? കേൾക്കാൻ ബാക്കി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാതെ ഈ കേസ് കൊടുക്കുമ്പോ കേസ് ഇൻവാലിഡ് ആവുമ്പോ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഇത് ഇവർ തമ്മിലുള്ള കോംപ്രമൈസ് ടോക്ക് ആട്ടോ. അതായത് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അതിന് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന ലെവലിലുള്ള ഒരു കോംപ്രമൈസ് ടോക്കാണ്. സജിൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്ന് ആ സമയത്ത് ഡിലീറ്റ് ചെയ്തു. അതിന് തിരിച്ച് സജിൻ ആവശ്യപ്പെടുന്നത് പോക്കിമോനെ കുറിച്ചുള്ള വീഡിയോ ഫിറോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വീഡിയോ ഫിറോസ് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് ഓടിയത്. പിന്നെയാണ് ഈ ഫോട്ടോസ് വന്നതും അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നുള്ള ആ കഥകളൊക്കെ വരുന്നത് പിന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ കോംപ്രമൈസ് ടോക്കിനകത്ത് ഫിറോസ് എന്തിനാണ് പ്ലീഡ് ചെയ്യുന്നത് എൻ്റെ ചോദ്യം. ഫിറോസ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പ്ലീഡ് ചെയ്ത് സംസാരിക്കുന്നത്. ഞാൻ ജീവിതം അവസാനിപ്പിക്കും, ജീവിതം അവസാനിപ്പിച്ച് കഴിയുമ്പോൾ അത് നീ അറിയുമ്പോൾ നീ വിഷമിക്കും, നിനക്ക് കുത്തുണ്ടാവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് വേറൊരാളെക്കുറിച്ച് ഇത്രയും അലിഗേഷൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്തതാണ് ഏറ്റവും വലിയ ക്രൈം. പ്രായപൂർത്തിയാവാത്ത, ആ പോയിന്റ് നോക്കുക, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി യൂസ് ചെയ്തു. ഇതാണ് ക്രൈം. കാരണം ഇതിന്റെ മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും ഇത് വന്ന് പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പം അത് ഫോക്കസ് ആക്കുമോ. പിന്നെ ആൾക്കാർ പറയും ഓ ഇപ്പൊ തന്നെ എന്തായാലും വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ് മണ്ടത്തരം കാണിക്കാതെ ഇപ്പൊ ഈ 2 ദിവസം കഴിയുമ്പോ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ എന്റെ പേര്, പാർട്ടി പൈസ സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതെങ്ങ് പോകും. നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഉമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും ഓ ഇത് ഇപ്പൊ അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയെന്ന് പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറ്റേ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ് അയ്യോ ഞാൻ മരിക്കുകയാണെങ്കിൽ നിന്റെ ഉള്ളിൽ ഒരു കുത്തുണ്ടായിരിക്കും. ആ കുത്തുണ്ടാവുമായിരുന്നെങ്കിൽ സജിൻ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കില്ലായിരുന്നു. ഓക്കെ, ഏതാ പലരുടെ കൂടെയും ഇങ്ങനെ പോകത്തില്ലായിരുന്നു. ഏറ്റവും അവസാനം അവിടെ നിൽക്കുന്നു, പോക്കിമോൻ്റെ അടുത്ത് നിൽക്കുന്നു, അങ്ങനെ ചെയ്യില്ലായിരുന്നു കുത്തുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഒന്നും അവിടെ ഏക്കത്തില്ല. എന്നിട്ടും അവരെന്ത് ചെയ്തു, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു, നിങ്ങളും ഡിലീറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും നിങ്ങൾ ചെയ്ത തെറ്റല്ലാതാവുന്നില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുക, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് ചെയ്യാതൊരു ആരോപണം വരുമ്പോൾ നിങ്ങൾ ആരോപിച്ച ആളോട് ദേഷ്യപ്പെടുവോ അതോ കാല് പിടിച്ച് പറയുമോ? എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യും. അത് വെച്ച് തന്നെ മനസ്സിലാക്കാം ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോഴും ഞാൻ പറയുന്നു ഇവർ പുണ്യവതി അല്ല, ഇവരും തെറ്റുകാർ തന്നെയാണ്. പക്ഷേ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇത് ഏറ്റവും വലിയ ക്രൈമാണ്. ഇവർ പോയത് പ്രായപൂർത്തിയായ ആൾക്കാരാണ്. അത് തെറ്റാണെന്ന് പറയുമ്പോഴും പ്രായപൂർത്തിയായ ആൾക്കാരാണ് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയാണ്, 17 വയസ്സുകാരിയാണ്, അയാളുടെ മകളുടെ പ്രായമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഏതാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്? ഇന്നത്തെ കാലത്ത് എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ലൈംലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ മോഹന വാഗ്ദാനം കൊടുക്കുമ്പോൾ കുട്ടികൾ വീണു പോവാണ്. ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനാണ് ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും കൂടെ സൂചിയാന്ന് പറഞ്ഞു നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാൻ ഇത് ഒരിക്കൽ എടുത്ത് കളയുന്നതിനും എനിക്കിത് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക. വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാൽവഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും അത് ഇനിയാണ് ഫിറോസ് കൺഫസ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് വരുന്നത്. ഫിറോസ് പറയുന്നുണ്ട് ഇത് വേറെ ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റത്തില്ല, നിനക്കേ പറ്റൂ. അങ്ങനെ പറയണമെങ്കിൽ ഒന്നുമില്ലാതെ പറയൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്കത് കേൾക്കാം. എവിഡൻ്റ് ആണ്, ഫിറോസ് ചെയ്തിട്ടുണ്ട്.
കുത്തിപ്പൊക്കാനില്ല, അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. നീ അല്ലാതെ വേറെ ആർക്കും അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഫിറോസിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലേ ഫിറോസെ? ആ പറയുന്ന 17 കാര്യം താൻ കൊണ്ടുപോയി യൂസ് ചെയ്തിട്ടില്ലേ? താൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്? ഞാൻ വീണ്ടും അത് കേട്ടപ്പോഴാണ് എനിക്കൊരു ചെറിയ ക്ലിയർ കിട്ടിയത്. കാരണം ഇയാൾ ഇത്രയും ബെഗ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചിന്തിച്ചപ്പോൾ അപ്പോഴാണ് ഈ പോയിന്റ് ഞാൻ കേൾക്കുന്നത്. ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ നന്മമരം കളി? ബാക്കി ലോകത്ത് ഒരേ ഒരാൾക്ക് മാത്രമേ കുത്തിപ്പൊക്കാൻ പറ്റൂ, അത് നിനക്ക്, വേറെ ആർക്കും പറ്റില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്തിട്ടുണ്ടേ? ഞാൻ പറഞ്ഞതല്ലേ, ഫിറോസ് തന്നെ പറയുന്നതാണ്. ബാക്കി ഈ കാര്യങ്ങളൊക്കെ ഈ സറൗണ്ടിങ് എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. അത് ആളുടെ കയ്യിൽ തന്നെ ഈ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പം ഇവരെല്ലാരും കൂടെ പറയും ഇവർ രണ്ടുപേരും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാനത് പറഞ്ഞല്ലോ, എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തല്ലേ? അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്. എനിക്ക് വെറുതെ വന്നിരുന്ന് പറയേണ്ട കാര്യമില്ല. ഇതിനകത്ത് 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട്. അതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് വലിയ തെറ്റ് ആരാണ് ചെറിയ തെറ്റ് എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നിലവിൽ ഒരു വലിയ മിസ്റ്റേക്കാണ് ഫിറോസ് ചെയ്തേക്കുന്നത്. എൻ്റെ പോയിന്റ് ഇവിടെയാണ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി മോശമായിട്ട് യൂസ് ചെയ്തു. ഇതാണ് പറയുന്നത്. ഓക്കെ, അത് ചെയ്തിട്ടില്ലെങ്കിൽ ഫിറോസ് എന്തിന് ഇത്രയും പ്ലീഡ് ചെയ്യണം, ഇത്രയും ബെഗ് ചെയ്ത് സംസാരിക്കണം? എൻ്റെ ചോദ്യത്തിലുള്ളൂ. ഇതിന് ഫിറോസിന് മറുപടി ഉണ്ടോ ഇല്ലെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഈ വീഡിയോ ഫിറോസ് കാണുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരൊറ്റ കാര്യം, എന്തിന് ഫിറോസ് ഇത്രയും ബെഗ് ചെയ്യണം? തെറ്റ് ചെയ്തവന് മാത്രമല്ലേ പേടിയുണ്ടാവേണ്ട കാര്യമുള്ളൂ? അല്ലെങ്കിൽ ഒരു വീഡിയോ വന്നു, ആ വീഡിയോയ്ക്ക് എതിരായിട്ട് കേസിന് പോകണമായിരുന്നു, കംപ്ലയിൻറ്റ് കൊടുക്കണമായിരുന്നു. എന്നെക്കുറിച്ച് അലിഗേഷൻ പറയുന്നു, മോശമായിട്ട് ഒരു ആരോപണം വന്നേക്കാണ്, ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഒരു കംപ്ലയിൻറ്റ് പോകണമായിരുന്നു. ഫിറോസ് എന്താ കംപ്ലയിൻറ്റ് പോകാത്ത? കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഈ ബെഗ്ഗിങ്ങിൻ്റെ ആവശ്യം എന്തായിരുന്നു? അത് ഫിറോസ് പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഫിറോസിൻ്റെ വീഡിയോയ്ക്കകത്ത് ഫിറോസ് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനത് ബെഗ് ചെയ്ത് സംസാരിക്കാൻ കാരണം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ബെഗ് അല്ലല്ലോ വേണ്ടത്, കേസായിട്ട് പോയിട്ട് അവരെ കൊണ്ട് ഡിലീറ്റ് ചെയ്യണമായിരുന്നു. അതായിരുന്നു അന്തസ്. പക്ഷെ ഇപ്പോൾ ഈ കാണിച്ചത് നിങ്ങളുടെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് വേറൊരാളുടെ തെറ്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നു. ജനങ്ങൾ അത് മാത്രം കാണുന്നു. കാരണം നിങ്ങൾ തെളിവ് വെച്ച് സംസാരിക്കുന്നു, അവർ തെളിവില്ലാണ്ട് വായ്ത്താളം അടിക്കുന്നു. നമ്മുടെ സൊസൈറ്റിക്ക് അപമാനമാണ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. 1 ലഹരി, 2 ഈ പറഞ്ഞ കാര്യം. ഈ വിഷയത്തിനകത്ത് മറ്റത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവർ വിഹിതം പോവോ വിഹിതം പോവോ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾ അതൊന്നും സംസാരിക്കുന്നില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആൾക്കാർ സംസാരിക്കുന്ന വിഷയങ്ങൾ അതാണ്. സജന അവരുടെ കൂടെ പോയി, സജന ഇവരുടെ കൂടെ പോയി, ഫിറോസ് ആരുടെയൊക്കെ കൂടെ പോയി എന്നുള്ളത് സജനയ്ക്ക് അറിയാവുന്ന സജന പറയുന്ന മാത്രമേ ഉള്ളൂ. പേരുകളോ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നും പുറത്ത് വിടുന്നില്ല. ആ വിടാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സജനെ ആരും വിശ്വസിക്കാത്തത്. ഞാൻ പോലും വിശ്വസിക്കുന്നില്ല. സീരിയസ്ലി പറയുവാണെങ്കിൽ സജനേനെ ഞാനും വിശ്വസിക്കുന്നില്ല. കാരണം തെളിവുകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ ഓഡിയോ ഇത് ഫിറോസ് തന്നെ പറയാതെ പറഞ്ഞു ഞാൻ തെറ്റുകാരനാണ് ആ കാര്യത്തിൽ. വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് നീ ഊമക്കത്താണ് എനിക്ക് കിട്ടിയത്, അതിൻ്റെ പേരിൽ ഞാൻ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫിറോസ് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങൾ അഭിപ്രായം പറയണം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അഭിപ്രായം പറയുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.